നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 18/5/2026 തിങ്കൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്ന് അധികാരത്തിൽ വരികയാണ്. മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരുമെല്ലാം ഇന്ന് അധികാരത്തിൽ വരികയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ 2 ഗഡു 2000 രൂപയുടെ വിതരണം എന്നായിരിക്കും. അതുപോലെ തന്നെ മറ്റു പെൻഷനായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ വിതരണം 2000 രൂപയുടെ വിതരണം എന്നായിരിക്കും. പെൻഷൻ, അതുപോലെ തന്നെ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നിവയടക്കമുള്ള കാര്യങ്ങൾ, പെൻഷൻ 3000 രൂപയാക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. എന്നിവയടക്കമുള്ള കാര്യങ്ങൾ എന്ന് മുതലായിരിക്കും ലഭിക്കുക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത്. നമുക്കറിയാം, മെയ് മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇനി പെൻഷൻ നടക്കാനുള്ളത്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ, മെയ് എന്നിങ്ങനെ 2 മാസത്തിലെ പെൻഷൻ വിതരണമാണ് നടക്കാനുള്ളത്. ഇന്ന് പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും. അതുപോലെ തന്നെ അധികാരം എത്തിക്കഴിഞ്ഞാൽ ആദ്യ മന്ത്രിസഭാ യോഗവും ഉണ്ടായിരിക്കും. ആ യോഗത്തിലേതായാലും ഈ പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം സർക്കാർ അപ്രൂവൽ നൽകുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത്. നാളെ മുതൽ തന്നെ അതിൻ്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയാക്കി 20-ാം തീയതിയോ 21-ാം തീയതിയോ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ പണം എത്തുന്ന രീതിയിലായിരിക്കും ഇപ്പോൾ നടപ്പിലാക്കുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 2000 രൂപയും മറ്റ് സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് 2000 രൂപയുടെ വിതരണമായിരിക്കും ആദ്യം നടക്കുക. പിന്നീട് പെൻഷൻ വർധനവ്, അതുപോലെ തന്നെ KSRTCയിൽ സൗജന്യ യാത്ര, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 1000 രൂപ, അതുപോലെ തന്നെ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പറഞ്ഞിരുന്നു. അതിൻ്റെ എല്ലാം പ്രാരംഭ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത് എന്ന് മുതലായിരിക്കും തുടങ്ങുമെന്ന് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടില്ല. ഏതായാലും വരും ദിവസങ്ങൾ തന്നെ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ തന്നെ നമുക്ക് അതിൻ്റെയും ഔദ്യോഗികമായ അറിയിപ്പുണ്ടായിരിക്കും. നമുക്കറിയാം, പുതിയ സർക്കാർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരിക്കും. 100 ദിന കർമ്മ പരിപാടികൾ, അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ വരുന്ന ദിവസം തന്നെ നടക്കാനുണ്ട്. ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് അറിയിപ്പുകളും വരുന്ന ദിവസങ്ങളിലായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ വന്ന് ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷനായാലും ശരി, മറ്റ് പെൻഷനുകളായാലും ശരി, അത് എപ്പോഴും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പെൻഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്രൂവൽ ലഭിക്കുകയും ചെയ്യും. പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിങ്ങനെ സർക്കാരിൽ നിന്നുള്ള അറിയിപ്പുകളും ക്ഷേമനിധി അറിയിപ്പുകളുമാണ് നമ്മുടെ ചാനൽ വീഡിയോസുകൾ വരുന്നത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.